ഇവന്മാർക്ക് ഇതിനായിട്ട് നല്ല കളക്ഷൻ ഇവന്മാർ ഭയങ്കര കള്ളന്മാർ ഇവന്മാർ പല പല രീതിയിലാണ് ഇവന്മാർ സൈബർ ക്രൈം ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ക്യാമറ നിരന്തരം ഓഫാക്കും ഓണാക്കും. ഇവന്മാർക്ക് എല്ലാ കള്ളത്തരങ്ങളും ഉണ്ട്. ഇവന്മാരുടെ കോഴ്സ് ഡോക്യുമെന്റ്സിനെ പറ്റി അറിയില്ലേ ഈ മാഫിയ സംഘത്തിന്റെ കയ്യിൽ നിന്ന് കണ്ടില്ലയോ ഞൊണ്ടി ഞൊണ്ടി നടക്കുന്നത്. അതുപോലെ ഇങ്ങനെ സുബ്രഹ്മണ്യൻ മാസ്ക് ഒക്കെ വെച്ച് ഇരിക്കുക. അവന് എന്താ കസേരേനെ ചന്തി എടുക്കത്തില്ല. കാരണം അവന് അങ്ങനെ ഇരുന്ന് കാശുണ്ടാക്കി ദീപാവലിനെ കുറിച്ച് കഥയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ അഭിനയിച്ചിരുന്ന് ചന്തി എടുക്കാതെ കസേരത്തെ ഒട്ടിച്ച് വെച്ചോണ്ടിരുന്ന് ഇരുന്ന് കാശൊക്കെ അടിച്ച് പുട്ടടിക്കാന്ന് എന്റെ വിചാരം. നമ്മളെ അതാ ഇതാന്നൊക്കെ പറഞ്ഞ് എന്താണ് നമ്മളെ മയക്കുമരുന്ന് കള്ള അവനാ കണ്ടുപിടിച്ച് മയക്കുമരുന്ന് അടിക്കുന്നത്. ഭയങ്കര അവന് പലപ്പോഴും തന്നെ അവന്റെ തുണി പൊക്കി കാണിച്ചിട്ട് അവന്റെ പ്രൈവറ്റ് പാർട്ടിൽ പിടിച്ചു കാണിച്ചാൽ കൈയാക്കി വിളിക്കുകയാണ്. അതൊക്കെ ഇവന്മാരുടെ പണികൾ. പല രീതിയിലുള്ള ഇവന്മാർ പല രീതിയിൽ ഇങ്ങനെയുള്ള സെക്ഷുവലി ഹരാസ് ചെയ്യുന്നവരെല്ലാം ഇവന്മാരൊക്കെ തന്നെയാണ്. മനസ്സിലായി? ഇങ്ങനത്തെ കള്ള കഥകൾ ഉണ്ടാക്കുന്നവന്മാരെല്ലാം ഈ മാഫിയയുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. ഈ സോമരാജൻ ഈ പ്രധാനമന്ത്രി ഇവന്മാർ ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എടുത്താൽ അറിയാം. ഇവന്മാരുടെ കേസുകളും ഈ സുബ്രഹ്മണ്യന്റെ കേസ് ഈ ശ്രീലകൻ എന്ന് പറയുന്നവരുടെ മക്കള് വീരേന്ദ്ര സിംഗൊക്കെ മറ്റുള്ള ആളുകളുടെ സ്വത്ത് പിടിച്ചു വരുത്തി സോമരാജനും കൂടെ സ്വത്ത് പിടിച്ച കേസുകള് ഈ കള്ളകളിൽ പഠിപ്പിക്കേണ്ട കേസുകളൊക്കെ ഉണ്ട്. ആ ഒരു സ്ത്രീയെ എന്നിട്ട് കൊണ്ടുപോയി ദൃശ്യപ്രദേശത്ത് തള്ളി അവരുടെ സ്വത്തെല്ലാം പിടിച്ച് പറിച്ചിട്ട് അവരുടെ ഭർത്താവ് മരിച്ചപ്പോഴത്തേന് എന്റെ അച്ഛന്റെ ചേട്ടൻ ആനന്ദൻ എന്ന് പറയുന്ന ആള് മരിച്ചപ്പോഴത്തേന് അവരുടെ സ്വത്ത് അയാളുടെ ഡെത്ത് പെട്ടീന്നാണ് ഇവരുടെ അയാളുടെ കൈ ഇങ്ങനെ പഠിപ്പിച്ചെടുത്തത്. സ്വത്ത് എന്തുവാ കൈ പമ്പ് പഠിപ്പിച്ചെടുത്ത് അയാളുടെ സ്വത്തുക്കളൊക്കെ അയാളറിയാതെ അയാളിങ്ങനെ എന്തുവാ അവശ നിലയിൽ ബോധമില്ലാതെ കിടന്ന സമയത്ത് ഇവന്മാര് ഇതൊക്കെ കേസൊക്കെ ആയാലും ഇങ്ങനെ നടക്കുമാര് കുറെ ഇടത്തെ ഈ എന്തുവാ വീരേന്ദ്ര സിംഗ് എന്ന് പറയുന്നവരുടെ വീട്ടിൽ കയറ്റി വെച്ചുകൊണ്ട് മനോജിന്റെ പേരൊക്കെ മാറ്റി നടക്കുകയാണ്. അവന്റെ വീട്ടിൽ കയറ്റി വെച്ചുകൊണ്ടും കിഴക്കേ പ്രധാനമന്ത്രി കയറ്റി വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു.